Hi, Dr. Ansi. How are you? ഹായ് മാം, ഐ എം ഗുഡ്. Okay. എന്നാ എപ്പോഴായിരുന്നു ആക്യുറേറ്റിൽ പഠിച്ചത്? ഏത് ഇയറിലായിരുന്നു? 2022 ആണോ 23 ആണോ? 23 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 23ലാണ് CPC എഴുതിയത് അല്ലേ? 23ലാണ് ക്ലിയർ ചെയ്തത്. ഓക്കെ ഓക്കെ. ആ ജേർണി ഒന്ന് പറയോ, CPC എഴുതിയതിന് ഓ, ശേഷം? CPC എഴുതി. പിന്നെ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ജോബ്സിന് വേണ്ടിയിട്ട്. ഉം, കാരണം എനിക്ക് ഈ ഫീൽഡിൽ തന്നെ കരിയർ ബിൽഡപ്പ് ചെയ്യാനായിരുന്നു ആഗ്രഹം. ഉം, അപ്പൊ ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പാണ് ഇങ്ങനെ അക്യുറേറ്റിൽ ഞാനിങ്ങനെ ജോബിന്റെ വേക്കൻസിന്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഉം, ഉം, അപ്പൊ അതിൽ കൂടെ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കിട്ടി എനിക്ക്. അപ്പോ ഉം. ഫസ്റ്റ് ഞാൻ കോറോ ഹെൽത്തിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഒന്ന് അറ്റൻഡ് ചെയ്തത്. ആ ഹാ ഹാ. അപ്പോ അതില് അതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയാണ് ഓർക്കുന്നുണ്ട്, ഒമേഗയുടെ ഒരു ആക്യുറേറ്റിൽ തന്നെ വന്നിട്ടായിരുന്നു ആ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. വന്നിട്ടുണ്ടായിരുന്നു. ആ, യെസ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്ത് കോഡിങ് ഏത് സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം. അത് HCC കോഡിംഗ് ആയിരുന്നു. അതെ അതെ. പിന്നെ ഞാന് ഒമേഗയുടെ ഒരു കോഡിംഗ് ഒരു ജോബ് ഡ്രൈവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു ആക്യുറേറ്റിന്ന്. ഉം, അപ്പൊ അങ്ങനെയാണ് ഒമേഗയിൽ വന്നിട്ട് ജോബ് ഡ്രൈവ് അറ്റൻഡ് ചെയ്യുന്നത്. ഉം, ഉം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു. ടെക്നിക്കൽ റൗണ്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ അവർ ജസ്റ്റ് ഒരു ഇൻട്രോഗേഷൻ പോലെ ഒരു റൗണ്ട് നടത്തി അവിടുന്ന്. എന്നിട്ട് അവർ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള റൗണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യും, അങ്ങനെ വന്നാൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർ ഡേറ്റ് തന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഉം. അപ്പോ കുഴപ്പമില്ലായിരുന്നു, ഇന്റർവ്യൂവിന് ഇത് നല്ല ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റൗണ്ട് ആയിരുന്നു. കമ്പനിയിൽ വെച്ചിട്ടായിരുന്നോ? അല്ല, അത് ഓൺലൈൻ ആയിട്ട് തന്നെയായിരുന്നു ഓൺലൈൻ ആയിട്ട് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അസസ്മെന്റ് ഒക്കെ അല്ലേ? ഓൺലൈൻ ആയിട്ട്. ആ. അതെ. അപ്പൊ അപ്പോ വീട്ടിലിരുന്നോണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ? വീട്ടിലിരുന്നോണ്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ബേസിക് അനാട്ടമി, ഫിസിയോളജി, പിന്നെ നമ്മളെ കോഡിങ്ങിലെ ഗൈഡ് ലൈൻസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഈസി ആയിട്ട് നമുക്ക് കൂൾ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചതെല്ലാം. അന്ന് തന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, ഉം, പിന്നെ ജോയിനിങ് ഡേറ്റ് അവർ അറിയിക്കാന്നായിരുന്നു പറഞ്ഞത്. ഉം, ഉം, പിന്നെ അവര് ഒരു വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ അവര് ഡേറ്റ് കൺഫേം ആക്കിയിട്ട് തന്നു. ഉം, ഉം, ഉം. അങ്ങനെയാ നമ്മള് പിന്നെ അവിടെ പോയിട്ട് അവിടെ ഒരു ജോബിന്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. 2 മന്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ. അത് കഴിഞ്ഞിട്ട് ഇത് കമ്പനിയിൽ നമ്മള് വെച്ചിട്ട്? അത് കമ്പനിയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ. അതെ. ജോബിന് ജോയിൻ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് എത്ര നാള് കമ്പനിയിൽ ഉണ്ടായിരുന്നു? ട്രെയിനിങ് 2 മന്ത്സ് ആയിരുന്നു. അത് ഉം. കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇന്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹാ ഹാ ഹാ. അപ്പോ ആ ഇന്റർവ്യൂല് സെലക്ട് ആയിട്ട് ആ, പിന്നെ അവര് ഓൺ ബോർഡ് ചെയ്യായിരുന്നു. ഓൺബോർഡ് ചെയ്യായിരുന്നു. ഓക്കെ. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ശരി. ആണോ? 6 മാസത്തോളം അവിടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം കിട്ടി. കാരണം ഈ പ്രൊജക്ട് വർക്ക് ഫ്രം ഹോം തന്നെ ആയിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് പീരീഡ് നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞപ്പോൾ ആ നമ്മൾ ഹാ. ഓക്കെ ആണെന്ന് കണ്ടാൽ അവര് വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം. തരും. പിന്നെ ഇത് എത്ര നാള് കമ്പനിയിൽ വർക്ക് ചെയ്തു? 6 മന്ത്സ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം വർക്ക് ഫ്രം ഹോമിലേക്ക് മാറി അല്ലേ? ശേഷം വർക്ക് ഫ്രം ഹോമിലേക്ക് മാറി. ഓക്കെ. ഇപ്പൊ ടോട്ടൽ എത്ര എക്സ്പീരിയൻസ് ആയി? 1 ഇയർ ആവാനായി. 1 ഇയർ ആവാനായി. ഓക്കെ. നയൻ 6 months. നയൻ മന്ത്സ് ആയി. നയൻ ഓക്കെ. മന്ത്സ് ആയി. 6 months കമ്പനിയിൽ വർക്ക് ചെയ്ത് പിന്നെ 4 months ഇപ്പൊ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അതെ അതെ, ചെയ്യുന്നത്. വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഈസി ആണോ? ആ ഫസ്റ്റ് എന്തായാലും നമ്മളൊരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കാരണം ഉം. നമുക്ക് കോഡ് ചെയ്യാനൊക്കെ ഈസിയാണ്, പക്ഷെ ഇതിന് കുറെ ടെക്നിക്കൽ വശങ്ങൾ ഉണ്ടല്ലോ. അതെ അതെ. കാരണം നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉം, ഉം, സ്റ്റാർട്ടിങ്ങില്. ഉം. പിന്നെ നമ്മളത് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് അതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. പിന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഡോക്ടർ ആൻസിന്റെ ആ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം യൂസ്ഫുൾ ആയി ഇതിന്? അതിനെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ നമുക്ക് അതുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഉം. ചാർട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്തായാലും എല്ലാത്തിലും എനിക്കത് യൂസ് ചെയ്യും, നന്നായിട്ട് തന്നെ യൂസ് യൂസ്ഫുൾ ആണ്. ചെയ്തിട്ടുണ്ട് അത്. ഓക്കെ. മെഡിക്കൽ ആ ഒരു പ്രൊഫഷൻ വിട്ടിട്ടില്ല ഇപ്പോഴും. സ്റ്റിൽ മെഡിക്കൽ കോഡിംഗ് ആ ചെയ്യുന്നെങ്കിൽ അതാണ്. ഡോക്ടർ എന്നുള്ള ആ ഒരു ഇപ്പോഴും അതെ. ബി എ ബി ആ എം ഒരു എസ് ആയിരുന്നോ BHMS ആയിരുന്നോ? BAMS ആയിരുന്നു, ആയുർവേദമായിരുന്നു. BMS ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ക്ലിനിക്കൽ അതെ. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്? ഈ ഒരു ആ പ്രൊഫഷനിലേക്ക് കയറി എത്ര സമയം, ഡ്യൂട്ടി ടൈം ഒക്കെ എത്ര സമയം ഉണ്ടാവാറുണ്ട്? നമുക്ക് 8:30 to 5:30 ആണ് ലോഗിൻ ടൈം. അതിൽ ഇൻ ബിറ്റ്വീൻ അപ്പൊ ലഞ്ച് നമ്മള് ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഞ്ച് ബ്രേക്ക് അതിപ്പോ നമ്മള് ടൈം നമ്മൾ തന്നെ ഉം. കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യാം. ആ, അത്ര. ആ, ഓക്കെ. 5:30 ആവുമ്പോ നിർത്താൻ പറ്റുക, അപ്പഴത്തേക്ക് എല്ലാ ടാസ്ക് ഒക്കെ ഇല്ല, കംപ്ലീറ്റ് ചെയ്യണം. 5:30 ആവുമ്പോ നിർത്താനാവില്ല. കുറച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം ടൈം.
ആ ഹാ ഹാ. ഓക്കെ. എന്നാലും എന്നാവുമ്പോ വീട്ടിൽ പിന്നെ ഇരുന്നിട്ടാണല്ലോ കുഴപ്പമില്ലല്ലോ. ചെയ്യുന്നത് അല്ലേ? അതെ. ആ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫാമിലിനെ കൂടെ ഇരിക്കും ചെയ്യാം, വർക്കും ഓ. നടക്കുന്നുണ്ട്. ഓക്കെ. ഓ. ഇപ്പം നടക്കുന്നുണ്ട്. കമ്പനി എങ്ങനെയാ നിങ്ങൾക്ക്? ടീമൊക്കെ കോപ്പറേറ്റീവ് ആണോ? ഓ, ടീമൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ ഓഡിറ്റേഴ്സ് ഉണ്ട്. ഉം ഉം പിന്നെ നമുക്ക് TL ഉണ്ട്. ഉം പിന്നെ പ്രോസസ് കോച്ച് ഉണ്ട്. ഉം. അങ്ങനത്തെ എല്ലാ കമ്പനി വൈസ് എല്ലാം ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഫാമിലി സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഓ, ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ പോകാനും പഠിക്കാനും അവിടെ നിന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റിയത്. തീർച്ചയായിട്ടും. ഞാൻ അന്ന് ഇങ്ങനെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ. ചെറിയ ആ. ബേബി ഉള്ള സമയത്താണ് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതെ. ബേബിനെ വെച്ചിട്ടാണ് അതാണ്. ചെന്നൈയിൽ പോകുന്നതൊക്കെയാണ് അല്ലേ? ഉം. ഓക്കെ ഓക്കെ. അതെ. എന്തായാലും അത് നല്ലൊരു തീരുമാനമായി അല്ലേ? ഇനിയിപ്പോ അതന്നെ എന്തായാലും അതന്നെ. ഒരുപാട് എനിക്കൊന്ന് ലൈഫ് ലോങ് തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റും. ഒരു കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് മാറിയാലും ഈ ഒരു പ്രൊഫഷൻ അങ്ങനെ അതന്നെ. കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഓ, ചെയ്യുന്നുണ്ട്. TNM ആണ് ചെയ്യുന്നത്. ആ ഹാ ഹാ. TNM OP ഇല്ല, TNM IPയും സർജറിയാണ് മെയിൻ ആയിട്ട്. ഓ അത് ശരി. അപ്പം നമ്മൾ അവിടുന്ന് പറഞ്ഞു ഈ പ്രൊജക്ട് ഒരു TNM ഒരുവിധം എന്തായാലും വർക്ക് ഫ്രം ഹോം തന്നെ ആയിരിക്കുന്നു. ആ ഹാ ഹാ ഹാ. ഓക്കെ. അതേതായാലും നന്നായി. അപ്പം ENM-ല് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് കമ്പനി ട്രെയിനിങ് ഒക്കെ തരും. നമുക്ക് ട്രെയിനിങ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മള് വീക്ക്ലി നമുക്ക് ഇത് ഉണ്ടാവാറില്ലേ, മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട്. ആ ആ ആ. അത് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ PCയുടെ വക നമുക്ക് ട്രെയിനിങ് ഉണ്ടാവാറുണ്ട് അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ. ഓക്കെ. പിന്നെ മന്ത്ലി അസസ്മെന്റ് ഉണ്ടാവും. എന്താ കരിയറിൽ ഒരു എയിം എന്താ? ഇനി എവിടെ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഓഡിറ്റിംഗ് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ TL അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ കമ്പനിയിൽ കുറെ പേരെ, നിങ്ങൾ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരെയൊക്കെ. ആ. ഓ. ഓക്കെ. എന്റെ TL BPT ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കഴിഞ്ഞ ഒരു ആണ്. ആളാണ്. ഓക്കെ. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. നമ്മുടെ സ്റ്റുഡൻസിൽ കുറെ പേരൊക്കെ TL ആയവരുണ്ട്, കുറച്ച് ആണല്ലേ. എക്സ്പീരിയൻസ് ആയവര്. ഇത് നിങ്ങൾ ചെന്നൈ ഓഫീസാ അല്ലെങ്കിൽ കോയമ്പത്തൂരോ? ചെന്നൈയിലായിരുന്നു ഞാൻ. ചെന്നൈ ഓഫീസ്. എപ്പോഴൊക്കെ ഓഫീസിൽ പോകേണ്ടി വരാറ്? ഇല്ല, ഞാൻ വർക്ക് ഫ്രം ഹോം വന്നതിന് ശേഷം എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാനുണ്ടായിരുന്നു. ആ. വിൻഡോസ് 10 to 11 ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് വീക്ക് ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലേ? പിന്നെ ഇനി പിന്നെ പോവണ്ടെന്നാ തോന്നുന്നത്. ഓക്കെ ഓക്കെ ആൻസി, എന്തായാലും ഐ എം സോ ഹാപ്പി. അന്ന് എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് കൊറോഷത്തിന്റെ ഇന്റർവ്യൂ ആൻസിക്ക് കിട്ടാതിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീണ്ടും ഒരു ചാൻസും കൂടെ അവരോട് ചോദിച്ചിട്ട് ആൻസിനെ പിന്നെയും അവള് വിളിച്ചു തുടങ്ങിയിട്ടായിരുന്നു, നീ അവിടുന്ന് പിന്നെയും വിളിച്ചുകൊണ്ട് ഓ. വന്നിട്ട് അറ്റൻഡ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നായിരുന്നു. അതെ 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 അതെ. എന്തായാലും തൊട്ടടുത്ത ഇന്റർവ്യൂ തന്നെ കിട്ടി. ആ, കിട്ടി. 1 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇന്റർവ്യൂസ് ഉണ്ടാവില്ലേ, നമ്മളടുത്ത എക്സ്പീരിയൻസ് കോഡേഴ്സിന്. പിന്നെ ഉണ്ടാവാറുണ്ട്. ഒത്തിരി നമുക്ക് വേക്കൻസീസ് ഉണ്ടാവാറുണ്ട്. ഒത്തിരി വേക്കൻസി. ഓ, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇനിയിപ്പോ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് കമ്പനി മാറുന്ന സമയത്തും ആ. ഒക്കെ തന്നെ നിങ്ങൾക്ക് അക്യുറേറ്റിന്റെ പ്ലേസ്മെന്റ് വിങ്ങിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ. ആ. ഓ. അതിനുള്ള ഹെൽപ്പ് ഒക്കെ ഓ. നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടല്ലോ അല്ലെ? അത് മറന്നു വേണ്ട കേട്ടോ. കഴിഞ്ഞത് കമ്പനിയാണ് ചെയ്തത്. ആ അത് ഈ അത് ശരി. ജൂണിലോ ജൂലൈയിലോ വരാൻ എങ്ങനെ ഉള്ളൂ അത്. അതെ അല്ലെ? ആ കമ്പനി അത് ചെയ്യും. ആ. നിങ്ങൾ CU ചെയ്യാൻ വിട്ടുപോകരുത്. CUs ഇപ്പൊ ചെയ്യാനുണ്ട് കുറച്ച്. ഇപ്പൊ ആ. ലാസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ CUs നോക്കും. ഓക്കെ. ആ. അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കുക കേട്ടോ, ഇനി സ്പെഷ്യലൈസ് ചെയ്യുക. ഓ. ഓക്കെ. ഒരു 2 ഓ. ഇയേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്യണം. ഓക്കെ. ദെൻ താങ്ക് യു ഫോർ ദിസ് കോൾ ആൻഡ് ഫോർ യുവർ ടൈം. ഓ, താങ്ക് യു മാം.